നിഖിലിനെ തേടി രാജ്ഭവനിൽ നിന്നും ക്ഷണമെത്തി. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കുടുംബത്തോടൊപ്പം എത്താനാണ് നിർദ്ദേശം. ഇതോടെ ന്യൂസ് 18 പാഠം 4 ഇടപെടൽ കൂടുതൽ സഫലമാവുകയാണ്. ഓട്ടിസം ബാധിച്ച അനിയനെയും രോഗബാധിതയായ അമ്മയെയും സംരക്ഷിക്കുന്ന +2 വിദ്യാർത്ഥി നിഖിലിനെ മലയാളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയത് ന്യൂസ് 18 പാഠം 4 പരിപാടിയാണ്. വളരെ വേഗമാണ് ഈ വാർത്ത മലയാളികളുള്ള നാട്ടിലെല്ലാം പരന്നത്. വാർത്തയിലൂടെ ഷെഫാകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച നിഖിലിനെ തുടർപഠനം ഷെഫ് സുരേഷ് പിള്ള ഏറ്റെടുത്തിരുന്നു. ഐശ്വര്യാനിൽ ചേരും. ഐശ്വര്യ, വാർത്ത വീണ്ടും അതിന്റെ ഫലം കാണുന്നു എന്നത് ഏറ്റവും നമ്മളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമാണ്. ഐശ്വര്യ നിഖിലിനൊപ്പമാണ് ഉള്ളത്. എങ്ങനെയാണ് കാര്യങ്ങൾ? രഞ്ജിനി, ഞാനിപ്പോൾ ഉള്ളത് കേശവദാസപുരത്തെ നിഖിലിന്റെ വീടിന് സമീപത്താണ്. ഞങ്ങളൊരു യാത്രയിലാണ്. എന്നോടൊപ്പം നിഖിലുണ്ട്. നിഖിലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിഖിലിന്റെ അനിയൻ അപ്പുവുമുണ്ട്. നിഖിലിനോട് തന്നെ ചോദിക്കാം, എവിടേക്കാണ് ഈ യാത്ര എന്നൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കൂ. നമ്മളിപ്പം പോകുന്നത് ഗവർണറിനെ കാണാൻ, പുള്ളിയുടെ വസതിയായ രാജ്ഭവനിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ ഗവർണറെ കണ്ട എന്താണ് പറയാൻ പോകുന്നത്? എന്നെ കണ്ട സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഭാഗ്യം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാണാൻ പറ്റും. അപ്പം എന്താണോ അപ്പൊ കിട്ടുന്നപ്പോ പറയും. അങ്ങനത്തെ ഒരു ഇതാണ്. എക്സൈറ്റഡ് ആണ്. അപ്പൊ ഞങ്ങൾ അവിടെ വീട്ടിലെത്തിയപ്പോ തന്നെ കുളിച്ച് റെഡിയാവുമായിരുന്നു അപ്പു ഭയങ്കര സന്തോഷത്തിലാണ്. പുറത്ത് പോകാൻ ഇറങ്ങിയതിന്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് അപ്പു ഉള്ളത്. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു ഈ പാഠം 4 ഇത് വന്ന് നിഖിലിന്റെ ഒരു റെസ്പോൺസ് വന്നതിന് ശേഷം ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായി അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അതിനുശേഷം കൂട്ടുകാരും ടീച്ചേഴ്സും ഒക്കെ എന്താ പറയുന്നത്? അവര് സത്യം പറഞ്ഞ ഇപ്പം അവരുടെ എന്നെ പറ്റിയുള്ള അവരുടെ ഒരു ബേസിക്കലി ഒരു ഇമേജ് എന്ന് പറയുന്നത് സന്തോഷിച്ച് ചിരിച്ച്, എന്റെ ക്ലോസിൽ പെട്ട 2-3 പേർക്കല്ലാണ്ട് എന്നെ പറ്റി പ്രത്യേകിച്ച് ആർക്കും ഒന്നും അറിയില്ല. അപ്പം ഞാൻ ഇത്രയും അനുഭവിക്കുന്നു എന്ന് ഇപ്പൊ ഇത്രയും കിടന്ന് ചിരിച്ച് കളിക്കുമ്പോൾ ഞാൻ ഇത്രയും എന്റെ വീട്ടിൽ അനുഭവിക്കുന്നു എന്നൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഇപ്പം അവരിപ്പോ സത്യം പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇങ്ങനെ മീഡിയയിൽ വരുമെന്നോ. ഞാൻ ഒരു കാര്യമില്ലാതെ പോയി ഇരുന്നതാണ് അവരുടെ ഇടയിൽ കൂടെ. അപ്പം അവർക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ സപ്പോർട്ട് തന്നെയാണ്. ഇപ്പൊ ടീച്ചേഴ്സിന് എല്ലാവർക്കും നേരത്തെ അറിയാം. പിന്നെ പിള്ളേരെല്ലാവരും ഇപ്പൊ ഈ വീഡിയോയ്ക്ക് ശേഷമാണ് ഇപ്പൊ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കംപ്ലീറ്റ്ലി ഈ പഴയ സ്കൂളിൽ നേരെ ഇപ്പൊ എനിക്കൊന്ന് സെന്റ് തോമസിൽ ഇപ്പൊ +1 +2 ആണ് അവിടെ. അതിനു മുമ്പ് സർവോദയയിലായിരുന്നു. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സോ ഫ്രണ്ട്സോ ഒക്കെ ബന്ധപ്പെട്ടിരുന്നോ? അതെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ വിളിച്ചു. 2-3 പേര് വിളിച്ചു. പിന്നെ കുറെ പേര് മെസ്സേജ് ഒക്കെ അയച്ചു. കാര്യം അവർക്ക് അറിയാം, ബട്ട് സ്റ്റിൽ ഇത്രയ്ക്ക് ഞാൻ ഡീപ്പായിട്ട് അനുഭവിക്കുന്നൊക്കെ ഒന്നും അവർക്ക് അറിയില്ല. അപ്പം എന്റെ അടുത്ത് അവരെല്ലാരും ചോദിക്കുന്ന ചോദ്യം, നീ എങ്ങനെയാടാ ഇങ്ങനെ ചിരിച്ചു കിടക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്കതിന് മറുപടി ഇല്ല. അവരോട് എന്ത് പറയണം? എല്ലാം നമ്മളെ ദൈവം നമ്മളെ താങ്ങുന്നത്. അപ്പം അതിനൊത്തങ്ങ് പോകുന്നു. ഈ ന്യൂസ് 18 പാഠം 4 പരിപാടിക്ക് ശേഷം ഒത്തിരി ഫോൺ കോളൊക്കെ വന്നില്ലേ? അപ്പൊ എന്തൊക്കെയാണ് അവര് പറയുന്നത്? എന്താ അവര് നിഖിലിനോട് എന്താണ് ഷെയർ ചെയ്യുന്നത്? അവര് ഒരുപാട് പേര്, ഞാൻ പറയില്ലേ, ഇപ്പൊ ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും ഒരുപാട് പേര് സഹായിക്കാനും, ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഷെഫ് പിള്ള സാർ എന്നെ സ്പോൺസർ ചെയ്തല്ലോ, അതുപോലെ തന്നെ ഒരുപാട് പേര് എന്റെ പഠിത്ത കാര്യം എല്ലാം നോക്കാം, എന്റെ അപ്പുവിന്റെ കാര്യം നോക്കാം, അമ്മയുടെ കാര്യം നോക്കാം എന്നൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എല്ലാരും നമ്മുടെ സുഖപരം അന്വേഷിക്കുന്നുണ്ട്. എല്ലാം അങ്ങനത്തെ. ഇനി നാളെ നിഖിലിന് പരീക്ഷയാണ്. എന്ത് പരീക്ഷയാണ് നാളെ? നാളെ പ്രാക്ടിക്കലാണ്. ആക്ച്വലി കമ്പ്യൂട്ടറിന്റെ പ്രാക്ടിക്കൽ ബോർഡ് എക്സാം ആണ്. അപ്പൊ ഈ ബോർഡ് എക്സാമിനെല്ലാം പ്രിപ്പയർ ചെയ്തോ? ഈ തിരക്കിനിടയിൽ ഈ പാഠം 4 വന്നതിന് ശേഷം വൈറലായി, സെലിബ്രിറ്റി ആയി, തിരക്കിനിടയിൽ പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റിയോ? വളരെ കുറച്ച് സമയം കിട്ടിയുള്ളൂ. എന്നാലും ഞാൻ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വേണം ഇന്ന് രാത്രി വരെ ഇരിക്കണം, ഉറങ്ങാതിരുന്ന് പഠിച്ചേ പറ്റുമല്ല, വേറെ വഴിയില്ല. ഇനി എന്താണ് ആഗ്രഹം? ആഗ്രഹം ഞാൻ പറഞ്ഞല്ലോ, ഷെഫ് ആവണം. അതെന്റെ ഇത് ബേസിക് ഒരു ആഗ്രഹമാണ്. പിന്നെ എനിക്കൊരു ആഗ്രഹം എന്ന് പറയുന്നത്, അത് ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു ആഗ്രഹം, എന്റെ മരിച്ച അച്ഛന് ഞാനൊരു നടനാവണമെന്ന്. എനിക്ക് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഈ ഷെഫ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ആക്ടിങ് ആണ്. അത് എന്താ പറയാ, ആക്ടിങ് എന്ന് പറയുമ്പം എന്റെ അച്ഛന് പണ്ട് മുതൽ എന്നെ കുഞ്ഞിലെ തൊട്ടേ എന്നെ അടുത്തൊരു ഷാറൂഖ് ഖാൻ ആക്കണം, അങ്ങനെയാണ് എന്റെ അച്ഛൻ പറയാറ്. അപ്പൊ ഞാൻ കുഞ്ഞിലേ ഞാനത് കേൾക്കുമായിരുന്നു. അപ്പൊ അതിനുശേഷം എനിക്കും ആ ഒരു ആഗ്രഹം വന്നു തുടങ്ങി. സിനിമ കാണുന്ന ഒരാളാണ്, എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫുഡ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഘടകമാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമ ഭയങ്കര ഇഷ്ടം. അപ്പം സാധിക്കുമെങ്കിൽ സിനിമയിലും അഭിനയിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. ഇഷ്ടപ്പെട്ട നടനാരാ? ലാലേട്ടൻ. ലാലേട്ടൻ ഫാനാണ്.
പിന്നെ എന്തൊക്കെയാണ് ഇപ്പോ അതിനുശേഷം സ്കൂളിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എത്രത്തോളം? അതായത് നേരത്തെ ടീച്ചേഴ്സ് സപ്പോർട്ടാന്ന് പറഞ്ഞു, അപ്പൊ ഇതിന് ശേഷം കൂടുതലായി ഇപ്പൊ ഒരുപാട് പേര് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് ഇപ്പോ? വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ടീച്ചേഴ്സ് ഫീസിന്റെ കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്ക് കുറച്ചൊക്കെ തന്നു. അവർക്കെല്ലാം അറിയാം, മീൻസ് മുമ്പേ അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പത്തെ സപ്പോർട്ട് തന്നെ ഇപ്പോഴും സെയിം അതുപോലെ തന്നെ, ഒരു മാറ്റമോ അല്ലെങ്കിൽ എല്ലാവരും ഇപ്പൊ കൂടെ. ഇപ്പൊ വ്യത്യാസം എന്ന് പറയാനാണെങ്കിൽ ഇപ്പൊ എന്റെ കൊമേഴ്സ് ബാച്ച് എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ഇത് അറിയത്തുള്ളൂ. ഇപ്പൊ അവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനും അറിയാം. അതേ ഉള്ളൂ ഡിഫറൻസ്. ഇപ്പൊ എല്ലാവരും സപ്പോർട്ടാണ്. ഇപ്പൊ ഈ ന്യൂസ് 18 പാഠം 4 പരിപാടിയിൽ വന്ന് ഇങ്ങനെ വൈറലായതിനു ശേഷം ജീവിതം മാറി എന്നൊരു തോന്നലുണ്ടോ? പിന്നെ ഒരുപാട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒന്നും അല്ലാതെ നടന്ന ഒരാളാണ്. എന്നെ കണ്ടാൽ പോലും മനസ്സിലാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടന്നവര് ഞാനിപ്പം നിങ്ങളുടെ കൂടെ ഈ മീഡിയയിൽ വന്ന് ഈ സംസാരിക്കുന്നു, അവരെല്ലാവരും എന്നെ അറിയുന്നു. അത് തീർച്ചയായിട്ടും പാഠം 4 ഈ ഷോ കാരണം തന്നെയാണ്. അതിന് ഒരുപാട് സന്തോഷം. ഈ ഫേസ്ബുക്കിനെക്കാളും ഇൻസ്റ്റാഗ്രാമിൽ വൈറലായാണ് ഫ്രണ്ട്സ് ഒക്കെ അറിഞ്ഞത്. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വൈറലായി ഇപ്പോഴും അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ ഇത് എങ്ങനെയാണ് അറിഞ്ഞത്? അമ്മയോട് എങ്ങനെയാണ് ഇത് ഷെയർ ചെയ്തത്? അമ്മ പിന്നെ എന്ത് പറഞ്ഞു അത് കേട്ടിട്ട്? ഇത് ആക്ച്വലി അമ്മ അറിയുന്നത് നമ്മുടെ ഈ നിങ്ങൾ ഈ കട്ട് ചെയ്തിട്ടല്ലോ എന്റെ ഭാഗം മാത്രം. ആക്ച്വലി ഇത് ഫസ്റ്റ് ന്യൂസിൽ വന്നു. ഈ പാഠം 4 ഈ സംഭവം ആ പ്ലാസ്റ്റിക്കിന്റെ ഇത് ബന്ധപ്പെട്ട് ന്യൂസിൽ വന്നപ്പോ എന്റെ ഒരു ഭാഗം ചെറുതായിട്ട് അതിൽ കട്ട് ചെയ്തതായിട്ട് കാണിച്ചു. അപ്പൊ ഞാൻ ഓക്കെ, എന്റെ മോൻ കാണിച്ചല്ലോ, ഓക്കെ, ഹാപ്പി, തീർന്നു. പിറ്റേ ദിവസമാണ് അമ്മയ്ക്ക് ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിങ്ങളുടെ പേജിൽ തന്നെ ഇത് എന്റെ ഭാഗം മാത്രം, ഞാൻ തന്നെ അതിലൊരു 7-8 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്. അതിൽ വളരെ കട്ട് ചെയ്ത് മാത്രമാണ് ആ ന്യൂസിലിട്ടത്. എന്നിട്ട് നിങ്ങൾ ആ ന്യൂസിലിട്ടപ്പോ പിന്നെ ഇതിലെടുത്ത് ഇട്ടു. അപ്പോഴാണ് അമ്മ ഇത് കാണുന്നത്. അമ്മയും പ്രതീക്ഷിച്ചല്ല, ഞാനും പ്രതീക്ഷിച്ചല്ല. അപ്പോഴേ തൊട്ടാണ് ഈ തുടക്കം എല്ലാത്തിന്റെയും. ഈ ഗവർണർ ഇപ്പൊ കാണാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇങ്ങനെ ആരെങ്കിലും കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടോ? ഇപ്പൊ ഒരു നേരത്തെ പറഞ്ഞില്ലേ, ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗവർണർ വിളിക്കുമെന്ന്. ഇപ്പൊ ഗവർണർ വിളിച്ചിരിക്കുകയാണ്. ഗവർണറെ കാണാനുള്ള യാത്രയിലാണ് നമ്മള്. അപ്പൊ അതല്ലാതെ നമുക്ക് ആരെങ്കിലും കാണണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? മോഹൻലാലിനെ കാണണം. മോഹൻലാലിനെ കാണണമെന്നുണ്ട്. ഭയങ്കര ആഗ്രഹം, പണ്ട് തൊട്ടുള്ളൊരാഗ്രഹം. എനിക്ക് കാണണം, ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ മറ്റ് മിനിസ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും കാണണം, അവരോട് സംസാരിക്കണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? മിനിസ്റ്റേഴ്സ് അങ്ങനെ ആരുമില്ല. എനിക്ക് ഈ നടന്മാരെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ലാലേട്ടനായാലും മമ്മൂക്ക, അവരെയൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഇനി ഈ പഠിത്തമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പുറത്തേക്കൊക്കെ പോകേണ്ടി വരുമല്ലോ ചിലപ്പോ. ഈ +2 കഴിഞ്ഞാല് ഇപ്പൊ പഠിക്കണം എന്നൊക്കെ പറഞ്ഞില്ല. അപ്പം അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? ഫാമിലി എന്ത് ചെയ്യും? അമ്മയെയും അനിയനെയും കൂടെ കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും നോക്കാൻ വേണ്ടി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൂടെ കൊണ്ടുപോകേണ്ടി വന്ന അവരെ കൂടെ കൊണ്ടുപോയാലല്ലേ പറ്റുള്ളൂ. എനിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ നോക്കാൻ വരുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പുറത്തു പോകും. അല്ലാണ്ട് ഇപ്പൊ എന്റെ ഈ ഒരു നിലവിലെ സാഹചര്യം വെച്ച് എനിക്ക് അങ്ങനെ പുറത്തു പോയി പഠിക്കാനോ എനിക്ക് ആഗ്രഹമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ ഒരു ഇപ്പൊ സിറ്റുവേഷൻ വെച്ച് എനിക്ക് പുറത്തു പോകാനോ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാനോ പറ്റില്ല. അപ്പൊ ആരെങ്കിലും അങ്ങനെ വരെയാണെങ്കിൽ, നോക്കാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു തന്നെ പഠിക്കണമെന്നാണ് ആഗ്രഹം. ഇന്നലെ ആരാണ് വിളിച്ചു പറഞ്ഞത് രാജ്ഭവനിലേക്ക് വരണം? എപ്പോഴായിരുന്നു അത് വിളിച്ചു പറഞ്ഞത്? അത് ഗവർണറിന്റെ PA ആണ് ആക്ച്വലി എന്റെ അമ്മയടുത്ത് പറഞ്ഞത്. കാര്യം ഞാനും അറിഞ്ഞില്ല, ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അപ്പൊ അമ്മ സർപ്രൈസ് ആയിട്ട് എന്തോ വെച്ചു. ഞാൻ പിന്നീട് ഇപ്പം ഒരു കുറച്ച് രാവിലെ എന്തോ ആയപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. ഇങ്ങനെ ഗവർണറിന്റെ PA വിളിച്ചപ്പോൾ ഗവർണറിനെ കാണാൻ. കാര്യം അത് അപ്പൊ കേട്ടപ്പോ സത്യം പറഞ്ഞ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു, ഞാൻ സ്വപ്നത്തിലാന്ന് തോന്നുന്നു. അപ്പം അതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഞാൻ ആലോചിച്ചപ്പം വളരെ സന്തോഷം. എന്താ പറയാ, ഒന്നും പറയാൻ, ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പൂനും സന്തോഷമാണ്. രാവിലെ തൊട്ട് നമ്മളും കാണുന്നതാണ് അപ്പൂന്റെ ഒരു സന്തോഷം. അപ്പു പൊതുവെ എക്സൈറ്റഡ് ആണോ പുറത്തു പോകാനൊക്കെ? അവന് പുറത്തു പോകാൻ ഇഷ്ടം. അപ്പൊ അവനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. അങ്ങനെ എങ്ങനെയാ പുറത്ത് വാക്കിങ്ങിന് കൊണ്ടുപോകും അല്ലെ? അല്ല, വണ്ടിയിൽ കൊണ്ടുപോകും. വണ്ടിയിൽ ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ അമ്മയ്ക്ക് ഒട്ടും വയ്യാത്തോണ്ട് അങ്ങനെ വണ്ടി എടുക്കാറില്ല. അല്ലാതെ ഓക്കെ ആയിരുന്നൊക്കെ സമയത്ത് നമ്മളങ്ങനെ പോകുമായിരുന്നു. വൈകിട്ട് എല്ലാ ദിവസവും സാധനം വല്ലതും വാങ്ങിക്കാനേ ഇവനായിട്ട് പോകുമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിൽ വന്നപ്പോ അമ്മ പറഞ്ഞു ഭയങ്കര അഭിമാനമാണ് മോനെ ഓർത്തിട്ട് എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും അമ്മയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ റെസ്പോൺസ് കേൾക്കാണ്. അമ്മ പറയാണ് എന്റെ മോനെ ഓർത്ത് എനിക്ക് അഭിമാനമാണെന്ന് പറയുമ്പോൾ നിഖിലിന് എന്താണ് തോന്നുന്നത്? അമ്മ അങ്ങനെ ഇപ്പൊ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ആദ്യം തൊട്ടേ അഭിമാനം തന്നെയാണ്, ഇല്ലെന്നല്ല. ഞാൻ ഇതൊക്കെ ചെയ്യുന്നോണ്ട് തന്നെ അഭിമാനം തന്നെയാണ്. പക്ഷെ ഇതിപ്പോ വാർത്തയിൽ ഇപ്പൊ എത്തിയല്ലോ, അപ്പൊ അതും കൂടെ ഓർക്കുമ്പോ കുറച്ചുകൂടെ അഭിമാനം അമ്മയ്ക്ക് തോന്നും. ഈ രാവിലെയൊക്കെ നേരത്തെ എന്നോട് സംസാരിച്ച് പറഞ്ഞു രാവിലെ 5 മണിക്ക് എനിക്ക്. അപ്പൊ നാളെ എക്സാം ഒക്കെയാണ്. എങ്ങനെയാണ് അതിന്റെ ഒരു, എങ്ങനെ മാനേജ് ചെയ്യും? മാനേജ് ചെയ്യാന്ന് പറയുന്ന എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം അതിനൊത്ത് നടക്കും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം അതിനൊത്ത് നടക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി വലിയ ടെൻഷൻ ഒന്നുമില്ല. എന്റെ ഭാഗത്തു നിന്നുള്ളത് ഞാൻ ചെയ്യും, ബാക്കി ദൈവം ചെയ്യും. താൻ പാതി ദൈവം പാതി എന്നുള്ളല്ലോ. അപ്പം നാളെ ഏതാ പ്രാക്ടിക്കൽ എക്സാം? കമ്പ്യൂട്ടർ.
കമ്പ്യൂട്ടർ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഏറെക്കുറെ. എങ്ങനെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബിസിനസ് സ്റ്റഡീസ്. അപ്പൊ ഈ ഷെഫ് ആകണം എന്നതിനൊപ്പം ഒരു ബിസിനസ് സംരംഭം കൂടി മനസ്സിലുണ്ടോ? ആഗ്രഹമുണ്ട്. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. പിന്നെ വേറെ എന്താണ് നമ്മുടെ ന്യൂസ് 18 പ്രേക്ഷകരോട് പറയാനുള്ളത്? കാരണം പാഠം 4 എന്ന പരിപാടിക്ക് ശേഷം എല്ലാവരും ഒരുപോലെ നിഖിലിനെ ഏറ്റെടുത്ത് ഒത്തിരി സ്നേഹമാണ്. നമ്മൾ യൂട്യൂബിലായാലും പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നിഖിലിന്റെ വീഡിയോസിന്റെ താഴെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കമന്റാണ്. ഇത്രയും പോസിറ്റീവായ ഒരു കുട്ടി വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിന് ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്നുണ്ട്, ഒത്തിരി സ്നേഹം പങ്കുവെക്കുന്നുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത് നിഖിലിന്? എനിക്ക് നിങ്ങളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, നമ്മളെ ജീവിതത്തിൽ എന്ത് വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും തളരാതിരിക്കുക. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയൊന്നുമല്ല, ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുക, അമ്മ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കുന്നത് ഇതിലെന്ത് ഉപയോഗമാണുള്ളത്? കാര്യം എപ്പോൾ നോക്കിയാലും വിഷമങ്ങൾ, അല്ലെങ്കിൽ നല്ല സമയം വരും എന്ന് പറയുമെങ്കിലും ഒന്നിനും ഒരു നല്ല സമയം എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ അത് വന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. നിങ്ങളെല്ലാത്തിനും നിങ്ങൾക്ക് ഇപ്പം നമ്മൾ കാണുന്ന പോലെ തന്നെ ഓരോ പിള്ളേർ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അടി കൂടുക, അല്ലെങ്കിൽ വീട്ടുകാരായിട്ട് തമ്മിത്തല്ലുണ്ടാക്കുക, അത് ഒഴിവാക്കുക. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ സ്നേഹിക്കുക, നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എന്തായാലും അനുഭവിച്ചേ പറ്റൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അത് സന്തോഷത്തോടെ അനുഭവിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ അപ്പുവിന്റെ സ്കൂളിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടോ നിഖിലിന്? എന്താണത് ആഗ്രഹം എന്ന് പറയാനായിട്ട്? എനിക്ക് ഒരു ഇതെന്ന് പറയുന്നത് ഇവന് വേണ്ടത്ര തെറാപ്പികൾ കിട്ടണം. ലൈക്ക് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, അങ്ങനത്തെയൊക്കെ വേണ്ടത്ര തെറാപ്പികൾ ഇവന് കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ പോവുകയാണെങ്കിൽ നല്ലൊരു സ്കൂളിൽ പോകണം. അപ്പൊ അതിന് ഈ പറഞ്ഞതുപോലെ നിഖിൽ പഠിക്കുന്ന ഒരാളാണ്. അപ്പം നിഖിലിന് അത്രയും ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ അതിന് പോകാൻ പറ്റുള്ളൂ. അതെ, ഫിനാൻഷ്യല് വേണമല്ലോ. നമുക്ക് എന്തിനും പൈസ വേണം, അതുപോലെ തന്നെ ഇതിനും പൈസ തന്നെ വേണം. അപ്പൊ അങ്ങനെ ദൈവം സഹായിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഇവനെ അങ്ങനെ ഒരു സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റും. ഈ പാഠം 4 വന്നിങ്ങനെ വൈറലായതിനു ശേഷം റിലേറ്റീവ്സ് ഒക്കെ ബന്ധപ്പെട്ട് അവരെന്താ പറയുന്നത്? ഫാമിലിയിൽ ഒരു സെലിബ്രിറ്റി ഉണ്ടായി എന്നുള്ള സന്തോഷമാണോ? സന്തോഷം എന്ന് പറയാൻ ഞാൻ പറയില്ലേ, അങ്ങനെ ആരും വിളിക്കും, എല്ലാരും വിളിച്ചിങ്ങനെ സന്തോഷമാണെന്ന് പറഞ്ഞു. എല്ലാം ശരി തന്നെയാണ്. എല്ലാരും പറഞ്ഞു സന്തോഷമുണ്ട്, ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഇതാണ്. എനിക്ക് തോന്നുന്നു തുടർച്ചയായിട്ട് ഗവർണറുടെ അവിടെ നിന്ന് കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് നേരത്തെ ഇറങ്ങിയോന്നൊക്കെ നമ്മളിപ്പോ കൃത്യം പറഞ്ഞ കവടിയാർ എത്തി. അല്പസമയത്തിനകം നമ്മള് ഗവർണറെ കാണാൻ രാജ്ഭവന്റെ അവിടെ എത്തും എന്നുള്ളതാണ്. നിഖിലിനെ സംബന്ധിച്ചിടത്തോളം, നിഖിലിന്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ അപ്പു ഉണ്ട്. അപ്പു ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷമാണ്. അപ്പുവും ഉണ്ട്. അപ്പുവിനെയും കൊണ്ട് നമ്മൾ പോവാണ്. ഇനി നിഖിലിന്റെ അമ്മയുണ്ട്, നമ്മുടെ തൊട്ട് പിന്നിലെ ഒരു വാഹനത്തിൽ നിഖിലിന്റെ അമ്മയും ഉണ്ട്. ഇവര് 3 പേരുമാണ് ഗവർണറെ കാണാൻ പോകുന്നത്. ഇപ്പോഴും നിഖിലിന് വിശ്വസിക്കാനായിട്ടില്ല എന്നാണ് നിഖിൽ പറയുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ വേറെന്ത് വിശേഷമാണ് പറയാനുള്ളത്? റിലേറ്റീവ്സ്, ഫാമിലി, ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ ഡ്രീം അച്ചീവ് ചെയ്ത് കാണിക്കുക എന്നുള്ളതല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പം എനിക്ക് അതിനുള്ള അവസരം ഇപ്പൊ തുറന്നു തന്നു. ആ അവസരം ഞാൻ നന്നായിട്ട് നിറവേറ്റിയെടുക്കണം. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു ഇതിന്റെ ഇടയിൽ കൂടെ? അടുത്ത ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം ഈ ന്യൂസ് ഇപ്പൊ ആക്ച്വലി വന്നത് വല്ലാത്തൊരു സമയത്തായിപ്പോയി. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ എക്സാം സീസണിന് ഇടയിൽ ഈ ന്യൂസ് വന്നതേ. ഇപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ മാർച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ എന്ത് വന്നാലും എനിക്കിപ്പോ പഠിച്ചേ പറ്റൂ. എന്ത് ചെയ്യാനാണ്? ഇപ്പൊ ഒരുപാട് ന്യൂസ് ഇപ്പൊ ഇപ്പോഴും കുറെ 2-3 ചാനലുകാർ വിളിച്ചു. അങ്ങനെ എന്തായാലും പഠിച്ചു. ഇനിയിപ്പോ എന്ത് വന്നാലും ഇനിയിപ്പോ അതിനു വേണ്ടി ഇനിയിപ്പോ ഇതിന് പോണ്ടാന്ന് വെക്കുകയാണെങ്കിൽ പോണ്ടാന്ന് വെക്കും. പഠിച്ചില്ലേ പറ്റുമോ? ഈ സെലിബ്രിറ്റി ആയതുകൊണ്ട് പഠിത്തത്തെ ബാധിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, അങ്ങനെ എനിക്ക് സെലിബ്രിറ്റി ആവാൻ ഇഷ്ടമാണ്, ഇല്ലെന്നല്ല. പക്ഷേ എന്നാ പോലും പഠിത്തമാണല്ലോ നമുക്ക് വലുത്. ഇപ്പൊ നിങ്ങളിപ്പോ വരും പോകും, പക്ഷെ എന്റെ പഠിത്തം അങ്ങനെയല്ല. അതെനിക്ക് വേണോ എന്ന്. അപ്പം പഠിക്കണം, പഠിച്ചേ പറ്റൂ. അപ്പം ഇതും നോക്കിക്കൊണ്ടിരുന്നാ എനിക്ക് ഇതും നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റൂ. പക്ഷെ എങ്കിലും ഇതിന്റെ ഇടയിൽ കൂടെ ഇത്രയും പ്രേക്ഷകരൊക്കെ ഏറ്റെടുത്തില്ലേ നിഖിലിനെ? എല്ലാവർക്കും സ്നേഹമാണ് നിഖിലിനോട്. ഒരുപാട് പേര് വിളിക്കുകയും സംസാരിക്കുകയും സ്നേഹം പറയുക എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മാത്രം കേട്ടോണ്ടിരുന്ന നമുക്ക് പറ്റില്ലല്ലോ. പഠിത്തവും വേണം. അപ്പൊ പഠിക്കണം, പഠിച്ച് വലിയ ഉയരങ്ങളിൽ എത്തണം ആണ് ആഗ്രഹം. ഈ സ്കൂളിൽ കഴിഞ്ഞ് വന്ന് അപ്പൂനെ നോക്കണം, അമ്മയെ നോക്കണം, അതിന്റെ ഇടയിൽ കൂടെ ഈ പഠിത്തമൊക്കെ എപ്പോ നടക്കും? പഠിത്തം ഇപ്പൊ വൈകുന്നേരം ഇതൊക്കെ കഴിഞ്ഞൊരു 6-7 ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു രാത്രി ഒരു 11 മണി വരെ ഇരിക്കും. അപ്പൊ അതിനകത്ത് അതിന്റെ ഇടയിലും കുറെ ഡിസ്ട്രാക്ഷൻസ് വരും. ഇപ്പം ഞാൻ അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, അതിന്റെ ഇടയിലും ഡിസ്ട്രാക്ഷൻസ് വരും.
അപ്പം എന്നാലും പഠിക്കുന്നുണ്ട് ഏറെക്കുറെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതാണ് നമ്മളിതാ രാജ്ഭവന്റെ മുന്നിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം നിഖിലും അപ്പുവും ഒപ്പം നിഖിലിന്റെ അമ്മയും ഗവർണറെ കാണാനായിട്ട് ഉള്ളിലേക്ക് പോകും. ഒത്തിരി സന്തോഷമുണ്ട് നിഖിലിനും കുടുംബത്തിനും. കാരണം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കുടുംബം, നിഖിലിന്റെ കുടുംബം രാജ്ഭവനിലേക്ക് എത്തിയത്. എന്തായാലും നിഖിലിന്റെ അമ്മ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തുടർച്ചയായി അവർ വിളിക്കുന്നൊക്കെ ഉണ്ട്. ഗവർണറാണ് ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഇത്രയും ഈ ചെറുപ്രായത്തിലും ഇത്രയും ഉത്തരവാദിത്വമുള്ള നിഖിലിനെ കാണണം, ഒപ്പം നിഖിലിന്റെ കുടുംബത്തെയും കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. എന്തായാലും അതുകൊണ്ട് തന്നെ നിഖിൽ ഇന്ന് നാളെ പരീക്ഷയായിട്ട് പോലും അതെല്ലാം മാറ്റിവെച്ച ആഗ്രഹം, ഗവർണർ പറഞ്ഞ ആഗ്രഹം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പൊ എത്തിയിരിക്കുകയാണ്. അപ്പം എക്സൈറ്റഡ് ആണോ? ഇത് എപ്പൊ കാണാൻ പോവാണ്? നമ്മൾ രാജ്ഭവന്റെ തൊട്ട് ഫ്രണ്ടിലെത്തി. അതെ അതെ, എക്സൈറ്റഡ് ആണ്. എന്താ പറയാ, കാണട്ടെ, കാണുമ്പോ എന്താണ് പറയേണ്ടതെന്ന് പറയാം. അപ്പൊ ഗവർണറെ കാണുമ്പോ എന്താ പറയാൻ പോകുന്നത്? അതാ ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോ ഞാൻ മനസ്സിലൊന്നും വെച്ചിട്ടില്ല. അവിടെ എന്താണ് വരുന്നത് അപ്പൊ അതൊക്കെ പറയും. എന്നാലും ഫാമിലിയെ കുറിച്ച് ഒക്കെ പറയണം. നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ എന്തായാലും പുള്ളിയെ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് ഞാൻ പറയും. അപ്പം അതിലെന്താണ് കിട്ടുന്നത് അത് ചെയ്യാം. നമുക്ക് വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങാം. രാജ്ഭവന്റെ മുന്നിലേക്ക് നമ്മൾ എത്തുകയാണ്. അവര് നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ രാജ്ഭവന്റെ മുന്നിലേക്ക് എത്തി വളരെ എക്സൈറ്റഡ് ആയിട്ട് പോവാണ്. നിഖിലും കുടുംബവും ഇപ്പോ അല്പസമയത്തിനകം ഗവർണറെ കാണാനായിട്ട് പോകും. നിഖിലിന്റെ അമ്മയുണ്ട്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? സന്തോഷാണോ? ഗവർണറെ കാണാൻ പോവാണ്. സന്തോഷ, നന്ദി മാത്രം. വളരെ സന്തോഷമാണ്. നിഖിലിനെ ഇത്രയും ഒരു വീഡിയോ കൂടെ വൈറലായി ഗവർണർ കാണാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് വളരെ നന്ദിയുണ്ട്. ഗവർണറോട് എന്താ പറയാൻ പോകുന്ന അമ്മ? ഗവർണർ എന്നോട് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ അതിനുള്ള മറുപടി പറയാമെന്ന് ഓർത്തു. പ്രയാസങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ നിഖിലിന്റെ. അപ്പൊ ആ പുള്ളി ചോദിക്കുന്നതിന് എന്താന്ന് വെച്ചാലുള്ള മറുപടി കൊടുക്കണം. അപ്പൊ അഭിമാനമാണ് നിഖില്. അയ്യോ, വളരെ അഭിമാനമാണ് എന്റെ മോനെ കൊണ്ട്. ഇന്ന് അവന്റെ അമ്മ എന്ന് പറഞ്ഞ് അറിയപ്പെടുകയാണ്. വളരെ സന്തോഷം. എന്താ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതില്ല അപ്പുറം. അപ്പൊ രഞ്ജിനി, അതാണ് നിഖിലും കുടുംബവും രാജ്ഭവന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗവർണർ വിളിച്ചിട്ടുണ്ട്. അവരിപ്പോ രാജ്ഭവന് ഉള്ളിലേക്ക് കയറിപ്പോകും. യെസ്, അതാണ് നമ്മളെ സംബന്ധിച്ചും. ഐശ്വര്യ, ഇതിലിപ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് ചോദിച്ചാൽ നിഖിലിന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി സാധ്യമായി വരുന്നു. ഇന്നിപ്പോൾ ഗവർണർ രാവിലെ വിളിച്ചിരുന്നു. ഗവർണറുടെ PA ആണ് വിളിച്ചത്. ഇന്ന് വന്ന് കാണണമെന്ന് പറയുന്നു. അങ്ങനെ അവർ ഗവർണറെ കാണാൻ വേണ്ടി രാജ്ഭവന് തൊട്ട് മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഉള്ളിലേക്ക് കടക്കാൻ പോകുന്നു. ഐശ്വര്യ, നമ്മുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കും. നമ്മളെ സംബന്ധിച്ച് എത്രത്തോളം അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത്. രഞ്ജിനി, തീർച്ചയായും ന്യൂസ് 18നും ഇത് അഭിമാന നിമിഷമാണ്. കാരണം ന്യൂസ് 18നെ സംബന്ധിച്ചിടത്തോളം പാഠം 4 എന്ന പരിപാടിയുടെ ഭാഗമായി നിഖിൽ പങ്കുവച്ച നിഖിലിന്റെ അനുഭവമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോ ഇതാ ഈ രാജ്ഭവന് മുന്നിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ നാളുകളിൽ പാഠം 4ന്റെ എപ്പിസോഡിൽ നിഖിൽ പറഞ്ഞ കാര്യം കേരളം ആകെ ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിഖിലിന്റെയും അപ്പുവിന്റെയും നിഖിലിന്റെ അമ്മയുടെയും ഒക്കെ വിശേഷങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കണ്ടിട്ട് ഗവർണർ വിളിച്ചിരിക്കുകയാണ്. ഗവർണർ നിഖിലിന്റെ കുടുംബസമേതം വന്ന് ഉച്ചയ്ക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടു. ആ ആവശ്യം അറിഞ്ഞതോടുകൂടിയാണ് നിഖിൽ ഇവിടെ എത്തിയത്. എന്തായാലും നമുക്ക് വളരെ സന്തോഷമാണ്, അഭിമാനമാണ്. നമ്മുടെ ഒരു പരിപാടിയുടെ ഭാഗമായി ഇത്തരത്തിൽ ഒരു നിഖിലിന്റെ ഒരു അനുഭവം പുറത്തു വരുന്നു. അത് കേരളം ആകെ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് തന്നെ നിഖിലിന്റെ ആഗ്രഹങ്ങളൊക്കെ, അതാണ് രഞ്ജിനി അതിൽ ഏറ്റവും സുപ്രധാനം. നിഖിൽ പങ്കുവച്ചതുപോലെ ഒരുപക്ഷെ ഈ പല ആഗ്രഹങ്ങൾ, അതായത് ഷെഫ് പിള്ള ഇടപെട്ടതടക്കമുള്ള കാര്യങ്ങൾ
നിഖിലിന്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന്റെ ഭാഗമാണെന്ന് നിഖിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിഖിൽ ഗവർണറെ കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നിഖിൽ അതാ പോവുകയാണ്. ഉള്ളിലേക്ക് വാഹനം കടത്തിവിടാനുള്ള പെർമിഷൻ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഗവർണറെ കാണാനായി ഉള്ളിലേക്ക് പോവുകയാണ്. ന്യൂസ് 18നും ഇത് അഭിമാന നിമിഷമാണ്, ഒത്തിരി സന്തോഷമുള്ള ഒരു നിമിഷമാണ്. നിഖിലിന്റെ ഒരിക്കലും നിഖിൽ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു നിമിഷം നിഖിലിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. കാലാകാലങ്ങളായി അമ്മയെയും സഹോദരനെയും ചേർത്ത് നിർത്തി അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് നിഖിലാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നിഖിലിനെ കാണാനായി ഈ വാർത്ത കണ്ട് നമ്മുടെ പാഠം 4ലെ അനുഭവം കണ്ട് ഗവർണർ വിളിപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം തങ്ങൾക്ക് പറയാനുള്ള ഗവർണർ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയും. ഒപ്പം നിഖിലിന്റെ ബുദ്ധിമുട്ടുകളും നിഖിലിന്റെ കുടുംബം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ നിഖിൽ ഗവർണറോട് പങ്കുവയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമുക്ക് നിഖിലിനെ കാണാം. അതാണ് അവരുടെ ആ അഭിമാന നിമിഷത്തിൽ, അവരുടെ ആ സന്തോഷ നിമിഷത്തിൽ നമ്മളും അതിന് സാക്ഷിയാവുകയാണ്, നമ്മളും അതിന് കൂടെ നിൽക്കുകയാണ്. വളരെയധികം സന്തോഷം, അഭിമാന നിമിഷമാണ് ന്യൂസ് 18നും ഇത്. പാഠം 4 എന്ന പരിപാടിക്ക് പിന്നാലെ നിഖിലിനെ കാണാനായി ഗവർണർ രാജ്ഭവനിലേക്ക് നിഖിലിനെയും കുടുംബത്തിനെയും ക്ഷണിച്ചിരിക്കുകയാണ്.